അമല ഭരണകക്ഷിയുടെ ഒരു MLA തന്നെയാണ്. റിജി ചെറിയാൻ ഇന്നലെ അമൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കുട്ടനാട്ടിൽ മുഴുവൻ അദ്ദേഹം ആ വശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വള്ളം ഒരിടത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയുണ്ടായി. ഭാഗ്യത്തിനാണ് ആർക്കും പരിക്കുകളൊന്നും പറ്റാതിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇതിൽ കുറേ നാളുകളായി ക്ലീൻ ചെയ്യാതെ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം അതായത് ഇവർ അധികാരത്തിലേറിയതിനു ശേഷവും ഇത് ക്ലീൻ ചെയ്യണം, പൊഴി മുറിക്കുന്ന കാര്യത്തിൽ, മറ്റ് ഇടത്തോടുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിലൊക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിലൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നേരത്തെ മുഖ്യമന്ത്രി ഇന്നലെ പത്തനംതിട്ടയിൽ എത്തിയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 8 വർഷത്തോളമായി ഇതിലൊന്നും ഒരു നടപടിയില്ലാതെ, മണൽ വാരുന്നതിൽ ഒരു നടപടിയില്ലാതെ, മറ്റു കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിലൊരു നടപടിയില്ലാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അടുത്ത ഫ്ലഡിന് മുമ്പ് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു മുൻകരുതൽ നടപടി, ഈ പ്രളയ സമാനമായ വെള്ളം പോകുന്ന ഈ ഘട്ടത്തിൽ അതിനു മുമ്പ് ഒരു മുൻകരുതൽ നടപടി ഇവിടെ ആവശ്യപ്പെട്ടിരുന്നു ഈ MLA എന്നുള്ളതാണ്. അദ്ദേഹം ഭരണകക്ഷി MLA കൂടിയാണ്. പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ്, അതൊരു വലിയ അതൃപ്തി തന്നെയാണല്ലോ. ശബലി, തീർച്ചയായിട്ടും കുട്ടനാട് MLAയും അമ്പലപ്പുഴ MLAയും തമ്മിലുണ്ടായിരുന്ന ഒരു വാക്ക് തർക്കം കൂടി നമ്മളിപ്പോൾ ഓർക്കേണ്ടതുണ്ട്. അത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കുട്ടനാട് MLA ഒരു പരിശോധന നടത്തിയപ്പോൾ അതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അമ്പലപ്പുഴ MLA അന്ന് വന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും സമാനമായിട്ടൊരു സാഹചര്യമാണ് ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾക്ക് സമീപത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാവുന്നതാണ്, ഈ മാലിന്യം വന്ന് ഷട്ടറുകളിൽ അടിഞ്ഞു കൂടിയിട്ട് ഈ ഒഴുക്ക് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി പോലും ഇവിടെയുണ്ട്. ഈ ഷട്ടറുകൾ പല തോതിലാണ് ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ വെച്ചിരിക്കുന്നത്. ഒരേ രീതിയിലല്ല. പൊഴിമുഖം തനിയെ മുറിഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചോ ഒന്നും ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടനാട്ടിലെത്തിയ കിഴക്കൻ വെള്ളം ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ പ്രതിസന്ധി നേരിടുന്നു എന്നാണ്. ആദ്യ സമയത്ത് ഈ ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നു. പക്ഷേ കൂടുതലായി വെള്ളം വന്നപ്പോൾ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ പൊങ്ങിയിരിക്കുന്നതിനും മേലേക്ക് വെള്ളം വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഒഴുക്ക് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഏതായാലും കുട്ടനാട് MLA പറയുന്നത് പ്രകാരമാണ് എങ്കിൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഇത് പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വലിയ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലുള്ളൊരു മനോഭാവമാണ് പലർക്കുമുള്ളത്. താൻ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയെയും ഒക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഴയ നമ്പറാണ് തൻ്റെ കയ്യിരിക്കുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഒരു പതിഞ്ഞ സ്വരത്തിൽ അല്ലെങ്കിൽ അത്രമേൽ ശക്തമായിട്ടല്ല എങ്കിൽ കൂടിയും റിജി ചെറിയാൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യത്തിൽ തനിക്ക് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളുടെയോ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭിക്കാത്തതിലുള്ള ഒരു വിഷമം അദ്ദേഹം ഒരു ഭരണകക്ഷി MLA ആയതിനാൽ തന്നെ അങ്ങനെ കടുപ്പിച്ച് പറയുന്നതിനും അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. എങ്കിൽ തന്നെയും ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു എന്നതാണ് ഈ ഒരു നിമിഷത്തിൽ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ എന്നത്. ഏതായാലും കുട്ടനാട്ടിലെ പല മേഖലകളിലും ഇപ്പോൾ മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉറക്കം നിന്നു പോലുമാണ് കർഷകർ ഈ മണൽ നിറച്ച ചാക്കുകൾ കൊണ്ട് ആ മടവീഴ്ച ഇല്ലാതാക്കുവാൻ വേണ്ടിയെങ്കിൽ ഇപ്പോഴുള്ള മടകൾക്കെല്ലാം കൂടുതൽ ബലം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പൊഴി മുറിക്കുന്ന സമീപനവുമായിട്ട് കൂടുതലായിട്ടുള്ള നടപടികൾ എടുത്തു വരികയാണ്. ഈ പൊഴി നേരത്തെ തന്നെ മുറിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട്, ജില്ലാ കളക്ടറോട് എല്ലാം കുട്ടനാട് MLAയുടെ ഭാഗത്ത് നിന്നടക്കം ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കുട്ടനാട് MLA തന്നെ പറയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് നമുക്ക് തന്ന ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ മുൻകൂട്ടി തന്നെ ചില മുൻകരുതലുകൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കരുതലുകളൊന്നും നടത്തുന്നില്ല. നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റിലെല്ലാം വലിയ അവഗണനകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനൊരു വിഷമം കുട്ടനാട്ടിലെ ജനം തന്നെ അന്ന് പൊതുവായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത്തരത്തിലുള്ള അവഗണനകൾ വീണ്ടും നേരിടുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് റിജി ചെറിയാൻ പറയുന്നത്, കുട്ടനാട്ടിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ് എന്നുള്ള ഒരു ധാരണയാണ് പലർക്കും ഉള്ളത്. പക്ഷേ ആ ധാരണ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കുട്ടനാട്ടിലെ MLA തന്നെ പറയുന്നു, ഭരണകക്ഷിയുടെ MLA തന്നെ പറയുന്നു എന്നതാണ് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി കാണേണ്ടത്. ഏതായാലും ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് അടുത്തതായി നടക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ 2 ലോഡ് മാലിന്യം ഇവിടെ നിന്നും മറ്റു പല പാലങ്ങളിൽ നിന്നും എല്ലാം നീക്കം ചെയ്തതായാണ് MLA അറിയിക്കുന്നത്. പക്ഷേ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗമായിട്ടുള്ള ഈ മാലിന്യക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ഈ പരിസരത്ത് നിന്ന് ആളുകളുമായി സംസാരിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയും അടിയന്തരമായിട്ട് ഈ മാലിന്യം നീക്കുകയും ഷട്ടറുകളെല്ലാം ഏതാണ്ട് ഒരേ ലെവലിൽ തന്നെ ഉയർത്താനും ഒരടിയെങ്കിലും മുകളിൽ
മുകളിലേക്ക് ഉയർത്തിയാൽ മാത്രമേ ഇപ്പോഴുള്ള ഈ നിലവിലെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ എന്നാണ് നമ്മൾ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ഇവിടെ എന്തായാലും ദുരന്ത നിവാരണ ഏകോപനത്തിലും മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളിലും ഒക്കെ സർക്കാരിനെതിരെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് കുട്ടനാട് MLA ആയ റെജി ചെറിയാൻ.